നമസ്കാരം. ഈ ആഴ്ച ഒട്ടനവധി ചിത്രങ്ങൾ OTT റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ നല്ലത് എന്ന് എടുത്തു പറയാവുന്ന ചിത്രങ്ങൾ വളരെ കുറവ് തന്നെയായിരുന്നു. അതിൽ റിലീസ് ചെയ്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും നല്ലത് എന്ന് തോന്നുന്ന ചില ചിത്രങ്ങൾ നിങ്ങൾക്ക് മുമ്പ് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് നിവിൻ പോളി കേന്ദ്ര കഥാപാത്രമായിട്ട് അരുൺ വർമ്മ സംവിധാനം ചെയ്തിട്ടുള്ള ബേബികൾ എന്ന് പറയുന്ന ചിത്രം തന്നെയാണ് ഈ ആഴ്ച OTT റിലീസ് ചെയ്തതിൽ ഏറ്റവും മികച്ച സിനിമയായിട്ട് ഒന്ന് എടുത്തു പറയാൻ പറ്റുന്ന ഒരു സിനിമ എന്ന് പറയുന്നത്. ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് 3 ദിവസം പ്രായമായിട്ടുള്ള ഒരു കുട്ടി മിസ്സാകുന്നതും ആ കുട്ടിയെ തിരഞ്ഞുകൊണ്ട് തിരഞ്ഞ് കണ്ടുപിടിക്കുന്നതാണ് കഥയുടെ പ്രധാന ഇതിവൃത്തം എന്ന് പറയുന്നത്. ചിത്രത്തിൽ ഒരു അറ്റൻഡറുടെ വേഷമാണ് നിവിൻ പോളി ചെയ്തിരിക്കുന്നത്. നിവിൻ പോളിയെ കൂടാതെ നമ്മുടെ ഷമ്മി തിലകന്റെ മകനായിട്ടുള്ള പയ്യൻ ഒരു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ സംഗീത് പ്രതാപ്, ലിജോ മോള്, അങ്ങനെ ഒരു വലിയ താരനിരയൊക്കെ തന്നെ ചിത്രത്തിലുണ്ട്. ചിത്രം കഴിഞ്ഞ മാസമായിരുന്നു തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വലിയ അഭിപ്രായങ്ങളൊന്നും നേടിയിട്ടില്ലെങ്കിലും ഒരു ആവറേജ് രീതിയിൽ തിയേറ്ററിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സിനിമ തന്നെയായിരുന്നു. ആ സിനിമയാണ് ഇതിൽ ഒന്നാമതായിട്ട് OTT റിലീസ് ആയിട്ട് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു ചിത്രം എന്ന് പറയുന്നത് സജിൻ ബാബു സംവിധാനം ചെയ്തിട്ടുള്ള തിയേറ്റർ ദ മിത്ത് ഓഫ് റിയാലിറ്റി എന്ന് പറയുന്ന ഒരു ചിത്രമാണ്. ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന റീമ കല്ലിങ്കലാണ്. 2020 ബിരിയാണി എന്ന് പറയുന്ന ഒരു സിനിമ സംവിധാനം ചെയ്ത അതേ വ്യക്തി തന്നെയാണ് സജിൻ ബാബു എന്ന് പറയുന്നത്. ബിരിയാണി എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. വളരെ വിവാദമായിട്ടുള്ള ഒരു സിനിമയായിരുന്നു. ഭയങ്കര ന്യൂഡിറ്റിയും സെക്ഷാലിറ്റിയും ഒക്കെ കാണിച്ചിട്ടുള്ള ഒരു സിനിമയായിരുന്നു. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാതന്തു തന്നെയാണ് തിയേറ്റർ ദ റിയാലിറ്റി ഓഫ് മിത്ത് എന്ന് പറയുന്ന സിനിമ. അതായത് ആധുനിക ഘട്ടത്തെ മുൻനിർത്തിക്കൊണ്ട് ആധുനിക സമൂഹത്തിൽ നിന്നുകൊണ്ട് കുറച്ച് അന്ധവിശ്വാസങ്ങളെയും അതുപോലെയുള്ള വിശ്വാസങ്ങളെയും ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് എടുത്തു വെക്കുന്ന ഒരു സിനിമയാണ് ഇതെന്ന് പറയുന്നത്. ഈ ചിത്രത്തിൽ റീമ കല്ലിങ്കലാണ് പ്രധാന വേഷം. ഒരു തുരുത്തിൽ ജീവിക്കുന്ന ഒരു അമ്മയും മകളും തെങ്ങുമലൊക്കെ കയറുന്ന ഒരു പെൺകുട്ടിയാണ്. ഒരുപാട് സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ക്ഷയിച്ചു പോയി. എന്നിരുന്നാലും കുറച്ച് എന്താ പറയുക, കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാവിൽ കയറും, തെങ്ങിൽ കയറും. അങ്ങനെ ഒരു ആൺ പോലെ ജീവിക്കുന്ന ഒരു പെൺകുട്ടി. പെട്ടെന്ന് ആ പെൺകുട്ടിക്ക് ഒരു രോഗം വരുന്നതും ആ പെൺകുട്ടി ഹോസ്പിറ്റലിലാകുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് സിനിമ സംസാരിക്കുന്നത്. ആ രോഗം വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നാഗശാപമാണ്. കാരണം ഇവരുടെ കുടുംബത്തിൽ ഒരു നാഗ കാവുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ശാപമാണ് ഇത്തരത്തിലുള്ള രോഗം വരാൻ കാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ് സിനിമ സംസാരിക്കുന്നത്. വളരെ രസകരമായിട്ടുള്ള സിനിമയാണ്, നിങ്ങൾ കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ്. മൂന്നാമത്തെ സിനിമ എന്ന് പറയുന്നത് മലയാളത്തിൽ നിന്ന് തന്നെ നമ്മുടെ ഒച്ച് എന്ന് പറയുന്ന ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് OTT റിലീസ് ആണെന്ന് തോന്നുന്നു. സുധീർ കരമനയാണ് ചിത്രത്തിലെ പ്രധാന വേഷം ചെയ്തിരിക്കുന്നത്. അതുപോലെ പാഷാണ ഷാജിയുണ്ട്. ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ട്രെയിലർ കണ്ടു, അതുപോലെ തന്നെ ഞാൻ സിനിമ കണ്ടു. എനിക്ക് ഒട്ടും വർക്കായിട്ടില്ല. ഒരു പൊട്ടപ്പടം എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ്. രണ്ടാമത്തത് നമ്മുടെ ദ പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ തന്നെ തിയേറ്ററിലൊക്കെ വലിയ പരാജയമായിട്ടുള്ള ഒരു സിനിമയാണ്. ചിത്രത്തിൽ നമ്മുടെ മണിക്കുട്ടനും അതുപോലെ തന്നെ മണിക്കുട്ടനാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയിരിക്കുന്നത്. അതുപോലെ പിന്നെ നമുക്ക് അറിയാവുന്ന ഒന്ന് രണ്ട് ആക്ടേഴ്സ് ഒക്കെ ഈ ഒരു സിനിമയിലുണ്ട്. സിനിമയെ അത്ര വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. നാലാമത്തെ ഒരു സിനിമ എന്ന് പറയുന്നത് തമിഴിൽ നിന്നും കൊമ്പു സെൽവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. ആ ചിത്രത്തിൽ ശരത് കുമാറും അതുപോലെ തന്നെ പണ്ടത്തെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള വിജയകാന്തിന്റെ മകനുമാണ് പ്രധാന വേഷത്തിൽ എത്തിയിരിക്കുന്നത്. ഒരു ആവറേജ് അഭിപ്രായം നേടിയ ഒരു ചിത്രം തന്നെയാണ്. ഏതൊക്കെ ചിത്രങ്ങളാണ് ഇനി ഉള്ളതെന്നും അവ ഏതൊക്കെ പ്ലാറ്റ്ഫോമുകളിലൂടെ കാണാമെന്നുള്ളതും നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഈ ആഴ്ച നിരവധി ചിത്രങ്ങളാണ് OTT റിലീസിനെത്തിയത്. അതിലെ ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് ജസൻ ജോസഫ് കഥയും തിരക്കഥയും സംഭാഷണവും എഴുതി സംവിധാനം ചെയ്ത റാസ എന്ന മലയാളം ചിത്രമാണ്. ചിത്രത്തിൽ ജസൻ ജോസഫും കൈലാഷ്, മിഥുൻ നളിനി, ജാനകി ജീത്തു എന്നിവർ തന്നെയാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. മനോരമ മാക്സിലൂടെയാണ് ചിത്രം ഇപ്പോൾ OTT റിലീസ് ചെയ്തിരിക്കുന്നത്. തിയേറ്ററിൽ വലിയ പരാജയമായിരിക്കുന്ന ഒരു ചിത്രം കൂടിയായിരുന്നു ഇത്. അടുത്ത ചിത്രവും മലയാളത്തിൽ നിന്ന് തന്നെയുള്ളതാണ്, ദി പ്രൊട്ടക്ടർ. ഷൈൻ ടോം ചാക്കോയും മണിക്കുട്ടനും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രമായിരുന്നു ദി പ്രൊട്ടക്ടർ. ചിത്രം ഇപ്പോൾ മനോരമ മാക്സിലൂടെ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ചിത്രത്തിന്റെ സംവിധായകൻ GM മനു ആണ്. ചിത്രം പക്ഷേ തിയേറ്ററിൽ വേണ്ട വിജയം നേടിയിരുന്നില്ല. അടുത്ത ചിത്രം ഈ വർഷത്തെ വമ്പൻ ഹിറ്റായിട്ടുള്ള നിവിൻ പോളി ചിത്രമായ ബേബി ഗേൾ ആണ്. ലിജോ മോൾ, നിവിൻ പോളി, സംഗീത് പ്രതാപ്, അഭിമന്യു തിലകർ എന്നിവർ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ചിത്രം മികച്ച സാമ്പത്തിക വിജയത്തോടു കൂടി തിയേറ്ററിൽ വിജയിച്ചതാണ്. ഇപ്പോൾ ചിത്രം OTT റിലീസ് ചെയ്തിരിക്കുന്നു. ചിത്രം സോണി ലൈവിലൂടെയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുക. അടുത്ത ചിത്രം ഉണ്ണി മുകുന്ദനും അപർണ ബാലമുരളിയും ഒരുമിച്ചെത്തിയ മിണ്ടിയും പറഞ്ഞും എന്ന മലയാള ചിത്രമാണ്. ഈ ചിത്രം ഇപ്പോൾ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ദ ഗിഫ്റ്റ് ഓഫ് ദ മാഗി എന്ന വിശ്വവിഖ്യാതമായ കഥയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത്. ചിത്രം സൺനെസ്റ്റിലൂടെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നതാണ്.